മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. കപ്പലിൽ നിന്ന് മറഞ്ഞ വസ്തുക്കൾ കരയ്ക്കടിഞ്ഞു കഴിഞ്ഞാൽ തുടരുത്, അത് തൊട്ടു കഴിഞ്ഞാൽ കൈ പൊള്ളും, അതിനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രമാത്രം മാരകമായ വസ്തുക്കളാണ് കടലിൽ ഇപ്പോഴും ഉള്ളത് എന്നതായിരുന്നു MSC എൽസ ട്രീ എന്ന് പറയുന്ന കപ്പൽ മറഞ്ഞപ്പോൾ ആദ്യം പുറപ്പെടുവിച്ച മുന്നറിയിപ്പ്. കോടികൾ അദാനി ഗ്രൂപ്പ് കടലിൽ മുക്കിയിട്ടുണ്ട് എങ്കിലും അതിൻ്റെ പേരിലുള്ള കോടികളുടെ ലാഭവും അദാനി ഗ്രൂപ്പിന് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളൊക്കെ രംഗത്തെത്തിയിരുന്നു. പക്ഷെ അപ്പോഴും പട്ടിണിയിലായത് ഈ സംഭവത്തിലൊന്നും ബന്ധമില്ലാത്ത മത്സ്യബന്ധനത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന മത്സ്യത്തൊഴിലാളികൾക്കാണ്. അവരുടെ ജോലിയെ തന്നെ തടസ്സപ്പെടുത്തുന്ന തരത്തിലാണ് ആ ഒരു കപ്പൽ മറിഞ്ഞ സംഭവം ഉണ്ടായത്. ഉടനടി മത്സ്യം കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല, എല്ലാം സേഫ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ഈ ഒരു ആശങ്കയെ വിവാദമാക്കാതെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങളാണ് പിന്നീട് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ അപകടം സംഭവിച്ച് ഇത്ര ദിവസമായിട്ടും രാസവസ്തുക്കളുടെ പ്രശ്നം എന്താണ് എന്നത്, അതായത് കപ്പലിൽ നിന്ന് കടലിലേക്ക് പോയിരിക്കുന്ന രാസവസ്തുക്കളുടെ അവസ്ഥ എന്താണ് എന്നത് വ്യക്തമാക്കാൻ സർക്കാരിനെ കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ എന്നുള്ള ചോദ്യങ്ങൾ അവസാനമില്ലാതെ തുടർന്നപ്പോഴാണ് ആ ചോദ്യം ചോദിച്ചവരുടെ വായടപ്പിക്കാൻ വേണ്ടി കപ്പലിൽ ഉണ്ടായിരുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിടുന്നത്. അപ്പോഴും രാസവസ്തുക്കളുടെ അവസ്ഥ എന്താണ്, അതെവിടെയാണ്, അതിനി എങ്ങനെയാണ് ജനങ്ങളെയും അതോടൊപ്പം തന്നെ കടൽ ജീവികളുടെ ആവാസ വ്യവസ്ഥയെയും ഒക്കെ ബാധിക്കുന്നത് എന്നത് വ്യക്തമാക്കിയിട്ടില്ല. ഇതുകൊണ്ട് തന്നെ കപ്പൽ മുങ്ങിയ സംഭവം നടന്നിട്ട് ഒരുപാട് ദിവസങ്ങളായിട്ടുണ്ട് എങ്കിലും ആ ഒരു സംഭവത്തിൽ എങ്ങനെയാണ് അത് ജനങ്ങളെ ബാധിക്കുക എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക ഇപ്പോഴും തുടരുകയാണ്. ഈ മാസം 3-ന് നടപടികൾ ആരംഭിക്കുമെന്നതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ആ വാക്കുപോലും പാഴ്വാക്കായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ മാസം 24-ന് കൊച്ചിയിൽ നിന്ന് 33 നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയ കപ്പലിൽ 600-ലധികം കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം അറബിക്കടലിൽ മുങ്ങിയിട്ടുണ്ട്. ഇവയിലുള്ള പ്ലാസ്റ്റിക് ഗ്രാനുലുകളും മറ്റ് വസ്തുക്കളും കേരള തീരത്ത് അടിയുകയും ചെയ്തിട്ടുണ്ട്. അതായത് കപ്പലിൽ അധികം ഭാരം തോന്നാത്ത സാധനങ്ങൾ, കപ്പലിൽ ഉണ്ടായിരുന്ന ഭാരമില്ലാത്ത സാധനങ്ങൾ മാത്രം തിരയിൽപ്പെട്ട് തിരമാലകളിൽപ്പെട്ട് കരയ്ക്കടിഞ്ഞിട്ടുണ്ട്. ഭാരമുള്ള എല്ലാ വസ്തുക്കളും കടലിൽ തന്നെ മുങ്ങിയിരിക്കുകയാണ്. നിരവധി കണ്ടെയ്നറുകൾ ഇപ്പോഴും കണ്ടുകിട്ടാത്തതിനാലും എണ്ണ മലിനീകരണവും പ്ലാസ്റ്റിക് പെല്ലറ്റുകളുടെ വ്യാപകമായിട്ടുള്ള വ്യാപനവും സംബന്ധിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ്. കേരളത്തിൻ്റെ പല തീരപ്രദേശങ്ങളിലും വലിയ രീതിയിൽ കാണുമ്പോൾ മറ്റെന്തോ സംഭവമാണ് എന്ന് തോന്നുന്ന തരത്തിലാണ് ഈ പ്ലാസ്റ്റിക് പെല്ലറ്റുകളൊക്കെ വന്ന് നിറഞ്ഞു കിടക്കുന്നത്. അതവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം 13 കണ്ടെയ്നറുകളിൽ കാൽഷ്യം കാർബൈഡ് വെള്ളവുമായി ചേർന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തീപിടിക്കാനുള്ള അസറ്റലൈൻ വാതകമാകാനുള്ള കഴിവുള്ള ഒന്നാണ് എന്ന് പറയപ്പെടുന്നു. 46 കണ്ടെയ്നറുകളിൽ തേങ്ങയും കശുവണ്ടിയുമായിരുന്നു ഉള്ളത്. 87 കണ്ടെയ്നറുകളിൽ തടി, 60 കണ്ടെയ്നറുകളിൽ പോളിമർ അസംസ്കൃത വസ്തുക്കളാണ് ഉണ്ടായിരുന്നത്. 39 എണ്ണത്തിൽ തുണി നിർമ്മിക്കാനുള്ള പഞ്ഞിയാണ് എന്നും സർക്കാർ പറയുന്നു. ഇതെല്ലാം പലതും ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതാണ് നിലവിലത്തെ വിലയിരുത്തലും ആശങ്കയും. കൂടാതെ കടലിൽ മുങ്ങിയ കണ്ടെയ്നർ കപ്പലും മത്സ്യത്തൊഴിലാളികൾക്ക് പ്രശ്നമാണ് എന്നിരിക്കെ ഇവ നീക്കുന്നതിലെ ആശയക്കുഴപ്പം ഇപ്പോഴുമുണ്ട്. അതായത് നിലവിൽ കപ്പലിൽ നിന്ന് മറിഞ്ഞിട്ടുള്ള വസ്തുക്കൾ, കരയ്ക്കടിയാത്ത വസ്തുക്കൾ കപ്പൽ മറിഞ്ഞ ആ ഒരു പ്രദേശത്ത് തന്നെ താഴ്ന്നു കിടക്കുന്ന അവസ്ഥയാണ്. അതിൽ പ്രധാനമായിട്ടും ഈ പറയുന്നത് പോലെയുള്ള രാസവസ്തുക്കളിൽ മിക്കതും കടലിനടിയിൽ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു മാർക്കൊക്കെ ചെയ്ത ആ ഒരു മേഖലയിൽ മത്സ്യബന്ധനത്തിന് ആളുകൾ പോകരുത് എന്നുള്ള നിർദ്ദേശമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പക്ഷേ അതെങ്ങനെ പ്രാവർത്തികമാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം. കാരണം മത്സ്യങ്ങളെ സംബന്ധിച്ച് അവരെപ്പോഴും നീന്തിക്കൊണ്ടേയിരിക്കും, അതായത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന ജീവികളാണ്. അപ്പോൾ മത്സ്യബന്ധന തൊഴിലാളികളോട് ആ ഒരു പ്രദേശത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ പോലും ഈ പറയുന്ന മത്സ്യങ്ങൾ ഒരുപക്ഷെ ആ ഒരു പ്രദേശത്ത് കൂടെയൊക്കെ നീന്തിയിട്ട് അവിടെയുള്ള സാധനങ്ങൾ കഴിച്ചിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള സാധനങ്ങൾ അതിൻ്റെ ശരീരത്തിലൊക്കെ പറ്റിപ്പിടിച്ചിട്ടൊക്കെയാണ് പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. ഒരുപക്ഷെ അത്തരത്തിൽ പോകുന്ന മത്സ്യങ്ങളെയും ഈ പറയുന്ന മത്സ്യബന്ധന തൊഴിലാളികൾ പിടിക്കാനുള്ള ഇടയുണ്ട്. അത് ഗുരുതരമായ
ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ള സംശയമാണ്, ആശങ്കയാണ് നിലവിൽ ജനങ്ങൾക്ക് ഉള്ളത്. അതുമാത്രമല്ല, കപ്പലിൽ ഉണ്ടായിരുന്ന രാസപദാർത്ഥങ്ങളിൽ കടലിൽ വ്യാപിച്ചാൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാനുള്ള സാധ്യതകളുണ്ട് എന്നിരിക്കെ പോലും ഇപ്പോഴും ആ സാധനങ്ങൾ റിമൂവ് ചെയ്യാനുള്ള ഒരു പദ്ധതിയൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്കടക്കം ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുമാത്രവുമല്ല, കഴിഞ്ഞ ദിവസം വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഈ പറയുന്ന കപ്പലിലെ മാലിന്യങ്ങളൊക്കെ ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകളെയും അതുപോലെ തന്നെ ജൈവ വൈവിധ്യത്തെയും അടക്കം ബാധിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ചരക്ക് കപ്പലിൽ നിന്ന് പറയുന്ന മാലിന്യം ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകളെയും ജൈവ വൈവിധ്യത്തെയും ഗുരുതരമായി ബാധിക്കുമെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ മുന്നറിയിപ്പാണ് പുറത്തുവന്നത്. തിരമാല, കാറ്റ്, കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കടലിൽ നടത്തിയ ഇടപെടലുകൾ ഇവയൊക്കെ കാരണം മലിനവസ്തുക്കൾ ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ മറ്റു തീരദേശ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ കാരണമാകുമെന്ന് ട്രൈബ്യൂണൽ പ്രിൻസിപ്പൽ ബെഞ്ച് അധ്യക്ഷൻ പ്രകാശ് ശ്രീനിവാസ്തവയാണ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പായി നൽകിയത്. ദി ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫോർമേഷൻ സർവീസസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് NGT സ്വമേധയാ കേസെടുത്തിട്ടുള്ളത്. മുങ്ങിപ്പോയ MSC എൽസ 3 കപ്പലിലെ കണ്ടെയ്നറുകൾ 48 മണിക്കൂറിൽ ആലപ്പുഴ, കൊല്ലം തീരദേശങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്ന പ്രാഥമിക റിപ്പോർട്ടാണ് ഇൻകോയ്സ് നൽകിയിരുന്നത്. കപ്പലിലെ 13 കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന അപകടകരമായിട്ടുള്ള ചരക്കിനെ കുറിച്ച് കപ്പലുടമ കൂടുതൽ വ്യക്തമാക്കണമെന്നും അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോൾ അതൊന്നും വ്യക്തമാക്കാൻ ആരും തയ്യാറായിരുന്നില്ല. 640 കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്നും അതിൽ 13 എണ്ണത്തിൽ ഹാനികരമായ രാസവസ്തുക്കളും 12 എണ്ണത്തിൽ കാൽസ്യം കാർബണൈഡുമാണ് ഉള്ളതെന്നുമാണ് NGTയുടെ പക്കലുള്ള വിവരം. കപ്പലിൽ കാൽസ്യം കാർബണൈഡ്, എണ്ണ, വെളിപ്പെടുത്താനാകാത്ത അപകടകരമായ ചില വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെ സമുദ്ര തീരദേശ പരിസ്ഥിതിയുടെ ജൈവ വൈവിധ്യത്തെയും ജലശുദ്ധിയെയും ഗുരുതരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് NGT ഉടൻ തന്നെ നൽകിയത്. ജൈവ വൈവിധ്യ നിയമം, ജലമലിനീകരണ നിയന്ത്രണ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം എന്നിവയിലൂടെ ലംഘനം കൂടെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നും NGT വ്യക്തമാക്കിയിരുന്നു. ഇതിനൊക്കെ ശേഷം ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ ഇവിടെ ആകെ ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്, ഈ കപ്പലിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ എന്നതിൻ്റെ ഒരു ലിസ്റ്റ് പുറത്തുവിടുക എന്നുള്ളത് മാത്രമാണ്. അപ്പോഴും ഈ പറയുന്ന രാസവസ്തുക്കൾ ഇപ്പോൾ കടലിൽ എവിടെയാണ് എന്നത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതെങ്ങനെ അവിടെ നിന്ന് മാറ്റാൻ പറ്റും, അല്ല എങ്കിൽ അതെങ്ങനെ ജനങ്ങളെയും ജീവജാലങ്ങളെയും ബാധിക്കും എന്നതിൻ്റെയൊക്കെ വിശദീകരണം ഇനിയും വന്നിട്ടില്ല. ആ ഒരു വിശദീകരണം, ഒരു കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ ജനങ്ങൾക്കിടയിൽ ഒരു ആശങ്ക വർദ്ധിക്കും എന്നുള്ളത് സ്വാഭാവികം തന്നെയാണ്.